ശുഭാരംഭത്തിലേക്ക് സ്വാഗതം. ആത്മീയ കഥകളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ശത്രു ആര്? അതെ, മനുഷ്യന് പലപ്പോഴും അധോഗതിയിലേക്ക് നയിക്കുന്ന ഒരു ആശയമല്ല, കൺസെപ്റ്റാണ് ശത്രുത എന്നുള്ളത്. ശത്രുക്കൾ പ്രധാനമായും നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത് 3 തരം ശത്രുക്കൾ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്നാമത്തത് പകയാണ്. പക ക്യാൻസർ പോലെയാണ് പക. നമ്മൾ മറ്റാൾക്കാരെ സംബന്ധിച്ചോ നമ്മളെപ്പറ്റി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന പക. മറ്റൊന്ന് അസൂയ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ദേഷ്യം. അപ്പം ദേഷ്യം, പക, അസൂയ, ഈ 3 കാര്യങ്ങൾ ബദ്ധശത്രുക്കളായി നമ്മളോടൊപ്പം സദാ പലപ്പോഴും കൂടാറുണ്ട്. ഇത് മറ്റുള്ളവരെയല്ല ബാധിക്കുക, നമ്മളെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലഘൂകരിക്കാനാണ് ആത്മീയതയിൽ പല വിധത്തിലുള്ള ചിട്ടകളിലൂടെ, ചടങ്ങുകളിലൂടെ, ചിന്തനത്തിലൂടെയൊക്കെ നമ്മളെ നയിക്കുന്നത്. ആത്മീയ കഥകളിൽ എവിടെ നമ്മൾ നോക്കിയാലും ചിരപുരാതന കാലം മുതലുള്ള ഏത് വേദങ്ങളിലും നിരവധിയായ ആത്മീയ ഗ്രന്ഥങ്ങളിലുമൊക്കെ അടക്കം ചെയ്തിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ 3 കാര്യങ്ങൾക്ക് ഒരു ശമനം അല്ലെങ്കിൽ ശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പം ഓർക്കുന്ന ഒരു സന്ദർഭം, ഒരു കഥാസന്ദർഭം ഇതാണ്. ഒരാൾക്ക് ഇതേപോലെ തന്നെ നിരവധി വിദ്വേഷവും വെറുപ്പും അസൂയൊക്കെ കൊണ്ട് നടക്കുകയാണ്. ഇത് പലർക്കും അറിയാം. എൻ്റെ ഒരു കുഴപ്പം ഇതാണ്. ചിലർ പറയാറുണ്ട്, എനിക്ക് ഭയങ്കര വിദ്വേഷമാണ്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമാണ്, അല്ലെങ്കിൽ പല അസൂയയുണ്ട്. അത് ഞാൻ തിരിച്ചറിയുന്നു. ഇത് മറ്റു പലരോടും ഇവർ പറയുന്നുണ്ട്. പക്ഷെ മാറാൻ എന്താണ് മാർഗം? ഇങ്ങനെ ഒരു ചോദ്യവുമായി ഒരിക്കൽ ഒരാൾ ഒരു ഗുരുവിനെ സമീപിച്ചു. ആ ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എൻ്റെ ഈ പകയും ദേഷ്യവും അസൂയൊക്കെയാണ് എന്നെ നാശത്തിലേക്ക് നയിച്ചത്. ഞാനിതിപ്പോൾ തിരിച്ചറിയുന്നു. ഇത് മാറാൻ എന്താ മാർഗം? അല്ലെങ്കിൽ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? എന്നെ ഗുരു ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് മാറാനായി ഞാനൊരു ഉപാധി പറയാം. നീ ഇപ്പോൾ തൽക്കാലം പോകും, നാളെ വരുമ്പോൾ ഒരു വലിയ ചാക്ക് നിറയെ, ചണത്തിൻ്റെ ചാക്ക് നിറയെ വലിയ ഉരുളക്കിഴങ്ങുമായി വരണമെന്ന് പറഞ്ഞു. വലിയ ഉരുളക്കിഴങ്ങ്. എന്താ എൻ്റെ കഥ എന്നുള്ള അറിയില്ല. ശിഷ്യൻ അതേപോലെ തന്നെ ഇവിടെ നിന്ന് യാത്രയാവുന്നു. അടുത്ത ദിവസം വലിയൊരു മാർക്കറ്റിൽ നിന്ന് വലിയൊരു ചാക്കും അതിൽ നിറയെ നല്ല തിരഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ്, ഷെയ്പ്പുള്ള ഉരുളക്കിഴങ്ങുമായി വന്നു. അപ്പം ഈ ഗുരു ശിഷ്യനോട് ചോദിച്ചു, നിൻ്റെ മനസ്സിൽ ലിസ്റ്റിലുള്ള വിദ്വേഷമുള്ള, നീ അസൂയപ്പെടുന്ന ആൾക്കാരുടെ ഒരെണ്ണം, ഒരു ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇയാൾ ആലോചിച്ചിട്ട് പറഞ്ഞു, അത് 1, 2, 3, 4 ഒന്നും ഒതുങ്ങില്ല. ഞാൻ പുറമോട്ട് ചിന്തിച്ചാൽ നിരവധിയുണ്ട്. ഈ ചാക്കിലുള്ള ഉരുളക്കിഴങ്ങ് എത്രത്തോളം ഉണ്ടോ അത്രയും ഉണ്ടാകുന്നു, അതിനപ്പുറം ഉണ്ടാകുന്നു. പിന്നെ ഗുരു പറഞ്ഞു, ഏതായാലും നിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന, നീ വിദ്വേഷിക്കുന്ന ആൾക്കാരുടെയൊക്കെ പേര് ഇതിൽ ഒരു മാർക്കർ പെന്നുകൊണ്ട് എഴുതാൻ പറഞ്ഞു. ശിഷ്യൻ അതേപോലെ തന്നെ ഓരോരുത്തരെയും ഓർത്ത് എഴുതി. അങ്ങനെ ചാക്ക് നിറഞ്ഞു. ചാക്ക് കെട്ടാൻ കെട്ടി. പിന്നീട് പറഞ്ഞു, ഈ ചാക്ക് നീ തോളിലേറ്റി പോവുക, ഇവിടുന്ന് നിരവധി ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. പരമാവധി നിനക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ദേവാലയങ്ങളെല്ലാം കറങ്ങി വരാൻ പറഞ്ഞു. ശിഷ്യൻ അതേപോലെ ഈ ചണത്തിൻ്റെ ചാക്കും തലയിൽ വെച്ച് തോളിലേന്തി യാത്രയായി. പല പല അമ്പലങ്ങളിൽ പോയി, പള്ളികളിൽ പോയി, അവിടെ എല്ലാം നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോരോ ദിവസം കഴിയും തോറും ഈ ചാക്കിനുള്ളിലുള്ള കിഴങ്ങ് പതുക്കെ ചെയ്യാൻ തുടങ്ങി. മഴയും വെയിലും ഒക്കെ കൊണ്ട് അത് ജീർണിക്കാൻ തുടങ്ങി. ചാക്ക് ജീർണിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞ പഴുത്ത ദ്രാവകം ശരീരത്തിലേക്കൊക്കെ വീഴാൻ തുടങ്ങി. ഈ ചാക്കിട്ട് താഴെ വെക്കുന്നില്ല. ഇതുമായിട്ട് വീണ്ടും വീണ്ടും സഞ്ചരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞ് മടങ്ങി എത്തവേ കാണുന്നത് ചാക്കിനകത്തുള്ള ഈ ഉരുളക്കിഴങ്ങെല്ലാം ചീഞ്ഞ് വളരെ വികൃതമായ രീതിയിൽ സ്ക്യൂസായി ചണച്ചാക്ക് പോലെ, ചെറിയൊരു കെട്ട് പോലെ മാത്രമായി. അപ്പോഴും ഇയാൾ തോളിൽ വെച്ചിരിക്കുകയാണ്. ഇയാളുടെ ശരീരം ആസകലം വൃത്തികേടായി. ഇതിൻ്റെ ഈ സംഗതിയെല്ലാം വീണ് ദുർഗന്ധമൊക്കെ വമിച്ച് ശരീരത്തിലും പൊട്ടലൊക്കെ വീണ് പസ്സൊക്കെ വന്ന് ഒരു പ്രാകൃത അവസ്ഥയിൽ തിരികെ ഇയാൾ ഗുരുവിൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ ഗുരു ഇദ്ദേഹത്തെ നോക്കി, ആളെ മനസ്സിലായി. ഇനി ശിഷ്യൻ ചോദിച്ചു, ഗുരു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൊണ്ടുപോകും. ഉടനെ
ഗുരു പറയുകയാണ്, നിൻ്റെ ഉള്ളിലുള്ള സ്പർദ്ധയും വിദ്വേഷവും അസൂയയും ഇത് ഈ ചാക്കിനകത്ത് ഇതേപോലെ കൊണ്ട് നടക്കുകയാണെന്ന് ഇത്രയും നാളായി. ഇതിപ്പോൾ എൻ്റെ ശരീരത്തിന് പുറമെയാണ് വ്രണങ്ങളായത്, പഴുത്ത് നാശമായത്. ഇതേപോലെ സ്വന്തം ആത്മാവിനെയും ഇതേപോലെ ഒരവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. നാം കൊണ്ട് നടക്കുന്ന ഓരോ ദേഷ്യവും വിദ്വേഷവും അസൂയയും എല്ലാം നമ്മുടെ തന്നെ ഉള്ളിലേക്ക് പിടിച്ച് കാർന്നു തിന്ന് ക്യാൻസർ പോലെ വ്യാപിക്കുകയാണ്. ഇതിനെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ മനസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്ന ഓരോ ചിന്തകളും ഏത് തരത്തിലുള്ള ഇമോഷനിലുള്ളതാണോ അതെല്ലാം തന്നെ ശരീരമാസകലം അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ വെള്ളം ദ്രാവകാവസ്ഥ 82% ജലാംശം അടങ്ങിയാണ് നമ്മുടെ ശരീരം. അതിൽ ഏറ്റവും കൂടുതൽ ജലാംശം അടങ്ങിയത് തലച്ചോറിലാണ്. നമ്മൾ കൊണ്ടു നടക്കുന്ന ഇമോഷൻസ് എന്തും അതേപോലെ തന്നെ ഉള്ളിലേക്ക് കാർന്നു തിന്നുന്നു. അത് ജലാംശത്തിൽ പിടിച്ച് ശരീരത്തിലേക്കും മനസ്സിലേക്കും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പം പലപ്പോഴും ആധുനിക കാലഘട്ടത്തിൽ നിരവധി മാനസികമായ പിരിമുറുക്കങ്ങളും സ്പർദ്ധകളും എല്ലാം ഈ പറയുന്ന 3 കാര്യങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് ഏത് വ്യക്തികൾ കൊണ്ട് നടക്കുന്നോ അത് തൻ്റെ ഉള്ളിലേക്കും തൻ്റെ ജീവിതത്തിലേക്കും ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇന്ന് മാത്രമല്ല, പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. മനുഷ്യനുണ്ടായ കാലം മുതൽ അന്ന് ഇതേപോലുള്ള കഥകളിലൂടെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുകയായിരുന്നു നമ്മുടെ ആചാര്യന്മാർ. ഇപ്പോൾ നമ്മൾ തീർത്തും മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ ഈ ഒരു മനുഷ്യനെ സമഗ്രമായ രീതിയിൽ നാശത്തിലേക്ക് നയിക്കുന്ന 3 ഘടകങ്ങളാണ്. ഇത് കൊണ്ട് നടക്കുമ്പോൾ സദ്യ ലഭിക്കുന്നത് പോലെയാണ്, ഈ കീടാണുക്കൾക്ക് രോഗാണുക്കൾക്ക് സദ്യ ലഭിക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പക നമ്മുടെ മനസ്സിലേക്ക് കുറേശ്ശെയായി വരുത്തുന്നത് ടോക്സിക് എഫക്റ്റാണ്. ഒരു വിഷലിബ്ധമായ സമാനതയ്ക്ക് തുല്യമായ രീതിയിലുള്ള എഫക്റ്റ് മനസ്സിനും ശരീരത്തിനും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറുണ്ട്. അതേപോലെ മറ്റൊരു ഇംപ്രഷനുണ്ട്, ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ. നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ആ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന വാക്കുകൾ അത് ലാസ്റ്റ് എൻഡ് ചെയ്യുകയാണെങ്കിൽ അടുത്ത കോൺവെർസേഷൻ വരെ, അടുത്ത ഒരു ഫോൺ കോൾ വരെ, അടുത്ത സന്ധിക്കുന്നത് വരെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ദേഷ്യം പകയായി മാറുന്നു. അപ്പോൾ പലപ്പോഴും മനുഷ്യബന്ധങ്ങൾക്കിടയിൽ കൊച്ചു ദേഷ്യങ്ങളാണ് പിന്നീട് പകയായി മാറുന്നത്. അത് വലിയ അതിദാരുണമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ മനസ്സ് ഏത് തരത്തിലുള്ള ചിന്തയാണോ നാം കൊണ്ടു നടക്കുന്നത് അതിന് ആനുപാതികമായിട്ടുള്ള എഫക്റ്റ് ശരീരത്തിലും ജീവിതത്തിലും സംഭവിക്കുന്നു എന്നർത്ഥം. അപ്പം വളരെ അതിസൂക്ഷ്മതലത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സൂക്ഷ്മതലത്തിൽ സംഭവിക്കുന്നതെല്ലാം സ്ഥൂലത്തിലേക്കും ബാധിക്കുന്നു എന്നുള്ളതാണ്. അതങ്ങനെയാണല്ലേ നമ്മൾ ഈ ലോകത്ത് കാണുന്നത് എന്തും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും എല്ലാം 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ആദ്യം ഒന്ന് അകത്ത് സംഭവിക്കുന്നതാണ് പിന്നീട് പുറമേ സംഭവിക്കുന്നത്. അപ്പം ആത്മീയ കഥകളിൽ ഈ ഒരു ചിന്ത വിട്ടുകൊണ്ട് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.